സ്നേഹനിധികളായ നമ്മളുടെ ശ്രീ പ്രേംപ്രകാശ് അടക്കമുള്ള അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ, സഹോദരന്മാരെ, സ്നേഹിതരെ, നിങ്ങളൊരു കലാപരിപാടികളുടെ മധ്യത്തിൽ നിൽക്കുകയാണ്. ഞാനപ്പോൾ പ്രസംഗിക്കുന്നത് ശരിയല്ല, പക്ഷേ ഞാൻ എൻ്റെ കർത്തവ്യം ഒരു മിനിറ്റ് കൊണ്ട് നിർവഹിച്ചു കൊള്ളാം. ഇത്രയും നല്ല സായാഹ്നം ഒരുക്കിയ സജിയെയും അദ്ദേഹത്തിൻ്റെ ഭാവനാവിലാസമായ പ്രവർത്തനത്തെയും പ്രകീർത്തിച്ചുകൊണ്ട് ഞാനിത് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നമസ്കാരം. ജയ്. നമുക്ക് നമ്മുടെ വിശിഷ്ട വ്യക്തികൾക്കെല്ലാം ധൃതിയുണ്ട്, നമുക്കറിയാം. ഇവിടെ ഒരു ആദരിക്കൽ ചടങ്ങാണ് നടക്കാൻ പോകുന്നത്. ഞാൻ മുമ്പേ സൂചിപ്പിച്ചിരുന്നു, കഥ എഴുതാൻ ആർക്കും പറ്റും, ഒരു കഥ ആരുടെ മനസ്സിലുണ്ടാവും. ലോകത്ത് 7 കഥകളേ ഉള്ളൂ എന്നാണ് വിവരമുള്ളവർ പറഞ്ഞു വെച്ചിരിക്കുന്നത്. പക്ഷെ സ്ക്രിപ്റ്റ് എഴുതുക എന്ന് പറഞ്ഞ നിസ്സാര കാര്യമല്ല. ജഗദീഷ് മുമ്പേ അതേക്കുറിച്ച് സൂചിപ്പിച്ചിരുന്നു. നടൻ ജഗദീഷ് ഈ വേദിയിൽ ഒത്തിരി പ്രാവശ്യം അതേക്കുറിച്ച് പറഞ്ഞിരുന്നു. MTയുടെ തിരക്കഥകൾ, പത്മരാജൻ തിരക്കഥകൾ വായിച്ച് പഠിക്കണം, അതൊരു യൂണിവേഴ്സിറ്റിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. 2 ചെറുപ്പക്കാർ അതെല്ലാം പഠിച്ച് മനോഹരമായ ഒട്ടേറെ ചിത്രങ്ങൾ നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട്. ട്രാഫിക് എന്ന ചിത്രം സമ്മാനിച്ചത് ബോബി സഞ്ജയാണ്. നോട്ട്ബുക്ക് എന്ന ചിത്രം സമ്മാനിച്ചത് ബോബി സഞ്ജയാണ്. ഈ ചിത്രങ്ങളെല്ലാം എടുത്താൽ ഒരു പഠിക്കുന്ന, സിനിമ പഠിക്കുന്ന, കഥ പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റിന് മനസ്സിലാകും ഇതിലൊക്കെ ഒരു വലിയ സന്ദേശം സമൂഹത്തോട് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പുവിൻ്റെ വീട് എൻ്റെയും എന്ന ചിത്രം കണ്ടിട്ട് കുറയാം. നമ്മളൊക്കെ വീടുകളിൽ സാധാരണ കാണുന്നതാണ്. 2 കുട്ടികളുണ്ടെങ്കിൽ മൂത്ത കുട്ടിയോട് ഉണ്ടാകുമ്പോൾ സ്നേഹം കൂടും. കുറെ കഴിയുമ്പോൾ അടുത്ത കുട്ടി ഉണ്ടാകുമ്പോൾ സ്നേഹം ആ കുട്ടിയിലേക്ക് പോകുന്നു എന്ന് മൂത്ത കുട്ടിക്ക് തോന്നുന്ന ഒരു തരം കോംപ്ലക്സ് ആ പടം കണ്ടുള്ളവർക്കറിയാം, ഞാൻ പറയാതെ തന്നെ. ഇപ്പോൾ ഇറങ്ങിയ അയാളും ഞാനും തമ്മിലുള്ള ചിത്രം എത്ര മനോഹരമായിരുന്നു. അവരുടെ ആ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്, സ്ക്രിപ്റ്റിന്റെ ബലമാണ്. ഏത് വലിയ ഡയറക്ടർ ചെയ്താലും, എത്ര വലിയ പ്രൊഡ്യൂസർ ചെയ്താലും, ഒരു പടത്തിന്റെ സ്ക്രിപ്റ്റ് നന്നാണെങ്കിൽ മറ്റെല്ലാം ശൂന്യമാണ് എന്ന് നമുക്കറിയാം. ആ ബോബിയെ സഞ്ജയെ ഈ വേദിയിൽ ആദരിക്കുമ്പോൾ തീർച്ചയായും കോട്ടയംകാർക്ക് അഭിമാനമുണ്ട്. നമ്മുടെ സിനിമാ കുടുംബത്തിൽ നിന്ന് പ്രേംപ്രകാശിന്റെയും ജോസ് പ്രകാശിന്റെയും ഡെന്നീസ് ജോസഫിന്റെയും കുടുംബത്തിൽ നിന്നും മലയാളത്തില് ഒട്ടേറെ സിനിമകൾ സമ്മാനിക്കാൻ ഈശ്വരൻ അവർക്ക് അനുഗ്രഹങ്ങളും ആയുസ്സും കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം കോട്ടയംകാരെ നമ്മൾക്ക് അവരെ ആദരിക്കാതിരിക്കുക എന്ന് പറയുന്നത് ശരിയല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ശ്രീ മനോജ് കെ ജയനും നമ്മുടെ പ്രിയപ്പെട്ട കുട്ടൻ എന്ന് പറയുന്ന നടൻ, നമ്മുടെ വിജയരാഘവനും ഒക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, കോട്ടയത്തുള്ള ആരും അംഗീകരിക്കാൻ തയ്യാറാവുന്നില്ല എന്നൊരു വിഷമം അവർക്കുണ്ടായിരുന്നു. അത് മാറ്റണമെന്ന് നമുക്ക് തോന്നി, ഈ സംഘടനയ്ക്ക് തോന്നി.
ശ്രീ ബോബിയെ സഞ്ജയും വിളിച്ച് ഈ വേദിയിൽ കൊണ്ടുവന്നു നമ്മൾ അംഗീകരിക്കുകയാണ് അവരുടെ കഴിവിനെ. അങ്ങനെ കോട്ടയംകാർ അതെല്ലാം മാറ്റി വെച്ചുകൊണ്ട് ഞങ്ങളിൽ ഒരുവനാണ് ബോബിയും സഞ്ജയും എന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് ഈ ആദരിക്കുന്ന ഈ ചടങ്ങിലേക്ക് ബഹുമാനപ്പെട്ട മന്ത്രിയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നമ്മുടെ പ്രിയപ്പെട്ട ബോബിയെ സഞ്ജയും ആദരിക്കാനും മൊമെന്റ് കൊടുക്കുവാനും ഈ വേദിയിലേക്ക് അവരെ ഞാൻ ക്ഷണിക്കുകയാണ്. ബോബിയെയും സഞ്ജയും. ഒരു വാക്കിൽ ഒരു മറുപടി രണ്ടുപേരുടെ ഒരു വാക്കിൽ. ഏറ്റവും വലിയ അംഗീകാരം എപ്പോഴും ജന്മനാട്ടിൽ കിട്ടുന്ന അംഗീകാരമാണ്. അതുകൊണ്ട് തന്നെ ഇത് ഒരു പ്രത്യേക സന്തോഷം നൽകുന്നു. ഞങ്ങൾ കോട്ടയത്ത് ജനിച്ചു വളർന്നവരാണ്. ഇനിയും മുമ്പോട്ട് നല്ല സൃഷ്ടികൾ ചെയ്യുവാൻ ഇത് പ്രചോദനമാകുന്നു. ഞങ്ങൾക്ക് ഈ അവാർഡ് തന്ന തിരുവഞ്ചൂർ സാറിനും വളരെ നന്ദി. പറഞ്ഞതിനോട് ഒന്നും പ്രത്യേകിച്ച് കൂട്ടിച്ചേർക്കാനില്ല. ഒരു ചെറിയ കൂട്ടിച്ചേർക്കലുള്ളത്, ഞങ്ങളെ രണ്ടുപേരെയും സ്കൂളിൽ പഠിപ്പിച്ച ഞങ്ങളുടെ ഗുരു ഇന്ന് ഞങ്ങളുടെ മുമ്പിലുണ്ട്, മിസ്സസ് ശാന്തി ഐപ്പ്. അപ്പോൾ ദൈവമാണോ ഗുരുവാണോ വലുതെന്ന് ചോദിച്ചാൽ ദൈവത്തെ എനിക്ക് കാണിച്ചു തന്ന ഗുരുവാണ് വലുത് എന്നുള്ള ആപ്തവാക്യം കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ കലാസ്നേഹിയായ നമ്മുടെ പ്രിയപ്പെട്ട മന്ത്രിയിൽ നിന്ന് ഇങ്ങനെ ഒരു പുരസ്കാരം കിട്ടിയതിലും ഞാൻ ഏറെ സന്തോഷിക്കുന്നു. താങ്ക് യു. പെട്ടെന്ന് അവസാനിപ്പിക്കാൻ നമുക്ക് അടുത്തതായി നമ്മുടെ അതിഥിയുണ്ട്. മലയാള സിനിമയുടെ എല്ലാമായ ജെറി അമൽ ദേവ്. അദ്ദേഹത്തിന് വേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പ്രോഗ്രാം 7 മണിക്ക് ആരംഭിക്കാൻ പോകുന്നു. അദ്ദേഹത്തിന്റെ ഗാനങ്ങൾ നമുക്കറിയാം. ആദ്യമായി വന്ന പടം 82 ഫാസിലിന്റെ ചിത്രം മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ. അതിനുശേഷം രണ്ടാമത്തെ ചിത്രം നിർമ്മിച്ചത് എൻ്റെ അളിയനാണ് കാട്ടുപോത്ത. സിനിമ റിലീസായിട്ടില്ല. പിന്നീട് വന്ന ചിത്രങ്ങൾ നമുക്കറിയാം. നോക്കത്താത്ത ദൂരത്ത് കണ്ടും തൊട്ട് അദ്ദേഹം തൊട്ട വിരലുകളെല്ലാം മാന്ത്രിക വിരലുകളാണ്. ആ സംഗീതം ഇഷ്ടപ്പെടാത്തവരില്ല. കോട്ടയത്ത് വന്ന ആ സംഗീത സാമ്രാട്ടിനെ നമുക്ക് അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല. കോട്ടയംകാർ അതിഥി ദേവാഭവ എന്നതിൽ വിശ്വസിക്കുന്നവരാണ്. അതിഥികളെ സ്നേഹിക്കുന്നവരാണ്, ബഹുമാനിക്കുന്നവരാണ്, ഈശ്വരനെ പോലെ കാണുന്നവരാണ്. നമുക്ക് ജെറി അമൽ ദേവ് സാഹിബിനെ ഈ വേദിയിൽ വന്നതിന് നമ്മുടെ മന്ത്രി അദ്ദേഹത്തിന് ഒരു പൊന്നാടയും മൊമെന്റയും നൽകി സംഗീതത്തെ സ്നേഹിക്കുന്നവരാണ് കോട്ടയം ജനത എന്ന് ഊട്ടിയുറപ്പിക്കാൻ പോകുന്നു. ജെറി അമൽ സർ, പ്ലീസ് കം ടു ദി സ്റ്റേജ് സർ, പ്ലീസ്. ഈ സദസ്സൊന്നടക്കം എഴുന്നേറ്റ് നിന്ന് നല്ലൊരു കൈയോടുകൂടി കോട്ടയത്തിന്റെ ആദരം, പബ്ലിക് കോളേജിന്റെ ആദരം, ഈ കേരളത്തിന്റെ ആദരം നമുക്ക് ഈ മഹനീയ സംഗീതത്തിന് നൽകാം. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്.
അധ്യാപകരെ ദൈവതുല്യരായി കണ്ടിരുന്ന ഒരു കാലം നമുക്കുണ്ടായിരുന്നു. മാതാപിതാ ഗുരു ദൈവം എന്നാണ് നമ്മുടെ മാതാപിതാക്കൾ നമ്മൾ പഠിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ കാലത്തിന്റെ കൊത്തൊഴുക്കിൽ മാറ്റങ്ങളുടെ സാമൂഹ്യ പശ്ചാത്തലത്തിൽ ഗുരുക്കന്മാരെ ബഹുമാനിക്കുന്നതും ആദരിക്കുന്നതും ഒരു പരിധിവരെ നമുക്ക് കൈമോശം വന്നിട്ടോ എന്നൊരു ശങ്ക നമ്മെ വേട്ടയാടുന്നില്ലേ? ഇവിടെ ഈ വേദിക്ക് മറ്റൊരു പ്രധാന സന്ദേശം നൽകാനുണ്ട്.